തിരുവനന്തപുരത്ത് ഒരു അപകടമുണ്ടായി. പോലീസ് വാഹനം പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞു. പേട്ട പോലീസ് സ്റ്റേഷനിലെ വാഹനമാണ് പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞുപോയത്. വാഹനത്തിലുണ്ടായിരുന്ന 2 പോലീസുകാർക്ക് പരിക്കേൽക്കാതെ അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അഖിൽ ഷാ അൻസാർ ഈ ദുരന്ത സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചത്? ഏത് സമയത്താണ് ഈ പോലീസ് വണ്ടി ഈ പാർവതി പുത്തനാറിലേക്ക് വീണത്? എസ്കെയിൻ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് ഈ പറയുന്ന ഈ പാർവതി പുത്തനാർ തീരത്തൂടെ പോകുന്ന റോഡിലാണ്. ഇവിടെയാണ് ഇന്ന് പുലർച്ചെ 2:30 ഇത്തരമൊരു സംഭവം നടക്കുന്നത്. പേട്ട പോലീസ് സ്റ്റേഷനിലെ പോലീസ് ജീപ്പാണ് ഇത്തരത്തിൽ ഇതുവഴി പോകുമ്പോൾ നിയന്ത്രണം തെറ്റി ഈ പാർവതി പുത്തനാറിലേക്ക് വീണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ വെള്ളം പാർവതി പുത്തനാറിൽ ഈ സമയത്ത് വെള്ളം വറ്റിക്കിടക്കുകയാണ്. വറ്റിക്കിടന്നതുകൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു വലിയ അപകടം ഇവിടെ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പോലീസ് വാഹനം പൂർണ്ണമായും ഈ പാർവതി പുത്തനാറിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. 2 പോലീസുകാരായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഈ 2 പേരും ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ അവിടെ നിന്ന് അകത്തേക്ക്, അതായത് റോഡിലേക്ക് കയറുകയാണ് ഉണ്ടായത്. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ പുഴയിൽ ആഴമില്ലായിരുന്നു, അതായത് വെള്ളം വറ്റിക്കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആ ഒരു വലിയൊരു അപകടം ഒഴിവാക്കാൻ കാരണമായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു നാട്ടുകാരൻ കൂടി ചേരുന്നു. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? അതായത് രാത്രി 2:30 ശേഷം ഒരു വലിയൊരു ശബ്ദം കേട്ട് കറണ്ട് പോയി. അപ്പോൾ സാധാരണ ഇവിടെ ലാറിയൊക്കെ ഒതുക്കുന്ന സ്ഥലമായതുകൊണ്ട് ലാറിയുടെ സൗണ്ടാണെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് വരാത്തതുകൊണ്ട് ഞാൻ KSEBയിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടിച്ച് ഒരു വണ്ടി ഇടിച്ച് അങ്ങനെ പോയതാണ്, ഈ കാര്യം പറഞ്ഞില്ല. അപ്പം വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെളിയിറങ്ങിയപ്പോൾ പോലീസ് എന്നോട് കിടപ്പുണ്ട്. പിന്നെ അപ്പോഴേ തന്നെ പോലീസ് ഓഫീസേഴ്സ് എല്ലാം എത്തി. ഈ സംഭവം നടന്ന് ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ രക്ഷപ്പെട്ടെന്നാണ് അറിവ്. വേറെ അവർക്ക് വലിയ കാഷ്വാലിറ്റി ഇല്ലെന്നാണ് അറിവ്. പക്ഷേ ഉടനെ തന്നെ അവർ പോലീസ് ഓഫീസേഴ്സും മറ്റാൾക്കാരും എല്ലാം വന്ന് ക്രെയിൻ കൊണ്ടുവന്നു. പിന്നെ ഫയർഫോഴ്സുകാരെ വിളിച്ചറിയിച്ചു, ഇലക്ട്രിസിറ്റിക്കാരെ അറിയിച്ചു. ഇലക്ട്രിസിറ്റിക്കാർ അപ്പോഴേ തന്നെ വന്നിട്ട് അവിടെ സപ്ലൈ കട്ട് ചെയ്തു. അതിനുശേഷം അവർ ക്രെയിൻ ഉപയോഗിച്ച് വണ്ടി പൊക്കിയെടുത്തു. എന്തായാലും എസ് കെ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ പോലീസ് ജീപ്പ് ഇടിച്ചിട്ട് നമുക്ക് ഈ കാണാം ഈ പാർവതി പുത്തനാറിന് സൈഡിലായുള്ള ഭിത്തി തകർന്നിട്ടുണ്ട്. ഒരു വശത്തെ ഭിത്തി മുഴുവനായി തകർന്നിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി. നമുക്ക് ഈ നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ പെട്ടെന്ന് ആളുകൾ കണ്ടു. അതുപോലെ തന്നെ ക്രെയിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജീപ്പ് പുറത്തെടുക്കുകയും അതുപോലെ തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. എന്തായാലും വലിയൊരു അപകടമാണ് ഇന്നലെ ഒഴിവായത്. തിരുവനന്തപുരത്തെ കരിക്കകത്താണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് വണ്ടി പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞു.